ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ +1 +2 കോമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് നോൺ സയൻസ് സ്ട്രീംസാണ് ഞാൻ എടുത്തേക്കുന്നത്, എനിക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് പേര് ഡൗട്ട്സ് ആയിട്ട് നമ്മളുടെ അടുത്ത് മെയിൽ അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് നമ്മൾ പഠിച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം സയൻസ് +1 +2 ചിലപ്പോൾ മാർക്ക് കുറവായതുകൊണ്ട് സയൻസ് കിട്ടാത്തതായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്തൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 12th ഒക്കെ കഴിയുമ്പോഴാണ് എനിക്ക് നഴ്സിങ്ങിന് പോകണം, നഴ്സിങ്ങിന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും, അങ്ങനെയുള്ള ഒരു തോട്ടിലൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും എനിക്ക് നഴ്സിംഗ് എടുത്താലോ എന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇതിൽ നഴ്സിങ്ങിന് പോകാൻ പറ്റും. അതായത് കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ നോൺ സയൻസ് സ്ട്രീംസിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾ GNM ചൂസ് ചെയ്യുക. GNM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷത്തെ കോഴ്സും 6 മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ANM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിലറി നഴ്സിംഗ് മിഡ്വൈഫറി. അപ്പോൾ അത് GNMനേക്കാളും കുറച്ചും കൂടെ കുറവുള്ള ഡ്യൂറേഷൻ ആയിരിക്കും വരുന്നത്. അതായത് ഏകദേശം ഒരു 1 to 2 years ആയിരിക്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നത്, ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് GNMനേക്കാളും കുറച്ച് സ്കോപ്പ് ആയിരിക്കും ANMന് വരുന്നത്. ഇപ്പോൾ BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി പ്രോഗ്രാമാണ്, GNM എന്ന് പറയുന്നത് ഡിപ്ലോമ പ്രോഗ്രാമാണ്. അതായത് നമ്മളിപ്പോൾ 3 വർഷത്തെ കോഴ്സാണെന്ന് വിചാരിച്ചിട്ട് അതൊരു ഗ്രാജുവേറ്റ്, അതായത് ഇപ്പം നമ്മൾ നോർമൽ ഡിഗ്രി ചെയ്യുമ്പോഴത്തേക്കും 3 വർഷം കൊണ്ട് നമ്മൾ ഗ്രാജുവേറ്റ് ആവും. പക്ഷേങ്കിൽ GNM കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 വർഷം കൊണ്ടിട്ട് നമ്മൾ ഡിപ്ലോമ കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതൊരു ഡിഗ്രി ആയിരിക്കില്ല. അപ്പം നമ്മൾ കരിയർ സ്കോപ്പ് അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും BSc നഴ്സിങ്ങിനേക്കാളും കുറച്ചും കൂടെ താഴെയായിരിക്കും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് നഴ്സിംഗ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും GNM അല്ലെങ്കിൽ ANM കോഴ്സ് വഴി. പിന്നെ ഇപ്പം നിങ്ങൾക്ക് +1 +2 കോമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പഠിച്ചത്, എനിക്ക് നഴ്സിങ്ങിന് പോകണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GNMന് തന്നെ പോവുക. അതായത് നമ്മളുടെ കേരളത്തിൽ തന്നെ നമുക്ക് GNMന് നോൺ സയൻസ് സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ അന്വേഷിച്ചിട്ട് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിച്ചു എനിക്ക് എന്നാലും ഒരു ഡിഗ്രി ഇല്ലല്ലോ, ഡിപ്ലോമ അല്ലേ ഞാൻ പഠിച്ചത് എന്നുള്ള ആ ഒരു ഇതാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോസ്റ്റ് BSc നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ചെയ്യാം. അതായത് അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് GNM കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ GNM പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് ജോലിയൊന്നും ചെയ്യണം, അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് BSc നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കോഴ്സ് എടുക്കുക. അപ്പോൾ അത് ഏകദേശം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 year കോഴ്സാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GNM നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എലിജിബിലിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ BSc നഴ്സിങ്ങിന് ഇക്വലൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി നഴ്സിങ്ങിന് പഠിക്കാൻ, അതായത് ഇപ്പം സയൻസ് എടുക്കാത്തത് കൊണ്ട് നഴ്സിംഗ് പഠിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. ഇങ്ങനെയുള്ള കുറച്ച് കോഴ്സസ് വഴി നിങ്ങൾക്ക് നഴ്സിങ്ങിലോട്ട് നിങ്ങളുടെ കരിയർ സ്വിച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ +1 +2 ഇപ്പം കോമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ഇനി നഴ്സിങ്ങിന് എന്തായാലും പോകണം എന്ന് അത്രയും ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഇനി എൻ്റെ കരിയർ എന്ന് പറയുന്നത് നേഴ്സായിട്ടാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ മാത്രം അവിടുന്ന് നമ്മൾ കരിയർ ഡൈവേർട്ട് ചെയ്യുക, അതായത് GNMലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അയ്യോ എനിക്കിനിത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വർഷവും വേസ്റ്റാണ്, അതേപോലെ തന്നെ നമ്മളുടെ പൈസയും ഒക്കെ വേസ്റ്റാണ്. അപ്പോൾ അത് ഉറപ്പാണ് എനിക്ക് നേഴ്സ് തന്നെ ആവണം. അതായത് GNM എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സ് ആകുമ്പോഴത്തേക്കും കുറച്ചേ പഠിക്കാനുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. BSc നഴ്സിംഗിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ തിയറിയുണ്ട്, പ്രാക്ടിക്കലുണ്ട്, അങ്ങനെയുള്ള കുറേ സെഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതെല്ലാം എനിക്കതെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കോൺഫിഡൻസും എല്ലാം ഉണ്ടെങ്കിൽ മാത്രം GNM ചൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ അല്ല, നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സാണ്, അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരേക്കും ബൈ.